നമസ്തേ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഇനി പഞ്ചാബ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഊഴമാണോ? നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതിന് പിന്നാലെ ഇപ്പോൾ പഞ്ചാബിലെ പരീക്ഷാ ക്രമക്കേടുകൾ ദേശീയ രാഷ്ട്രീയത്തിലെ പുതിയ പോരാട്ടമായി മാറുകയാണ്. ചോദ്യപേപ്പർ ചോർച്ച നടന്നുവെന്ന പ്രതിപക്ഷ ആരോപണവും ഒരൊറ്റ പേപ്പറും ചോർന്നിട്ടില്ല എന്ന ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ വാദവും ഏറ്റുമുട്ടുമ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയും വിഷയത്തിൽ ഇടപെടുമെന്ന പ്രഖ്യാപനവുമായി രംഗത്തെത്തി. പഞ്ചാബിലെ വിദ്യാഭ്യാസ രാഷ്ട്രീയത്തിൽ ഇനി എന്ത് സംഭവിക്കും? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ രാജിവെച്ചതോടെ രാജ്യത്ത് പലയിടത്തും ഇത്തരം സംഭവങ്ങൾ ചർച്ചയാകുന്നുണ്ട്. കേരളത്തിൽ PSC പരീക്ഷയിലെ ക്രമക്കേട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിലാണ്. പഞ്ചാബിലും റിക്രൂട്ട്മെന്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോരുകയും നിയമനത്തിൽ അഴിമതിയുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു. BJPയും ശിരോമണി അകാലിദളും കോൺഗ്രസും വിഷയത്തിൽ പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ്. എന്നാൽ മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഇത്തരം ആരോപണങ്ങളെ എല്ലാം തള്ളിക്കളഞ്ഞു. എന്നാൽ ഇപ്പോൾ പഞ്ചാബിലെ പരീക്ഷാ പേപ്പർ ചോർച്ചാ വിഷയം പരിശോധിച്ച് വരും ദിവസങ്ങളിൽ അടുത്ത നടപടി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ തുടർന്ന് ദില്ലിയിലെ ജന്തർ മന്ദറിൽ 36 ദിവസമായി നടന്നുവന്ന പ്രതിഷേധം അവസാനിപ്പിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ദീപ്കെയുടെ ഈ പ്രസ്താവന. നീറ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIRകൾ സംബന്ധിച്ച് സർക്കാരുമായി ചർച്ചകൾ നടന്നുവരികയാണെന്നും വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കരുതെന്നും CJP സ്ഥാപകൻ ആവശ്യപ്പെട്ടു. അതേസമയം പഞ്ചാബിലെ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയ തള്ളിക്കളഞ്ഞു. ആരോപണങ്ങളെ BJP കോൺഗ്രസ് പ്രചാരണമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ 4.5 വർഷത്തിനിടെ പഞ്ചാബിൽ ഒരു ചോദ്യപേപ്പർ ചോർച്ചയും സംഭവിച്ചിട്ടില്ലെന്നും സോഷ്യൽ മീഡിയയിൽ പണം നൽകിയുള്ള ട്രോളുകൾ വഴി ഇരു പാർട്ടികളും കിംവദന്തികൾ പ്രചരിപ്പിച്ചതായും അദ്ദേഹം ആരോപിച്ചു. പഞ്ചാബ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ബ്ലൂടൂത്ത് പ്രാപ്തമാക്കിയ സ്മാർട്ട് പേനകൾ ഒരു ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുവന്ന് തട്ടിപ്പ് നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കേസ് നടത്തിയതെന്ന് സിസോദിയ പറഞ്ഞു. സർവകലാശാല ഭരണകൂടം ഉപകരണങ്ങൾ പിടിച്ചെടുത്ത് പോലീസിനെ അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ BJPയും ശിരോമണി അകാലിദളും കോൺഗ്രസും വിഷയത്തിൽ പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയാണെന്ന് പറഞ്ഞല്ലോ. തന്റെ 4.5 വർഷത്തെ ഭരണത്തിനിടെ ഒരു പരീക്ഷയിലും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായില്ല എന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറയുന്നത്. ഫരീദ്കോട്ടിലുണ്ടായ സംഭവം വെച്ചാണ് പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെ വിമർശിക്കുന്നത്. എന്നാൽ അവിടെ ഒരു വിദ്യാർത്ഥി ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ച് കോപ്പിയടിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും സംഭവത്തെ പ്രതിപക്ഷം തെറ്റായി അവതരിപ്പിക്കുകയാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ 36 ദിവസം നീണ്ട ശക്തമായ സമരത്തിന്റെ തുടർച്ചയായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് ചൂണ്ടിക്കാട്ടിയാണ് BJP ഭഗവന്ത് മാൻ സർക്കാരിനെ എതിരിടുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ ഇതിനകം തന്നെ രാജിവെച്ചു കഴിഞ്ഞു. ഉത്തരവാദിത്വം, ധാർമ്മികത എന്നിവയുടെ ഉന്നത മൂല്യങ്ങൾ അദ്ദേഹം കാണിച്ചു തന്നു. മനീഷ് സിസോദിയയും അരവിന്ദ് കെജ്രിവാളും പറഞ്ഞത് അവരുടെ ഭാഗത്ത് ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായാൽ രാജിവെക്കുമെന്നാണ്. പഞ്ചാബിൽ ഇന്ന് 6-7 ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് BJP വക്താവ് ഷഹസാദ് പൂനവാല പറഞ്ഞത്. പഞ്ചാബ് വിദ്യാഭ്യാസ മന്ത്രി ഭർജോത് സിംഗിന്റെ രാജി ഈയിടെ ആവശ്യപ്പെട്ടത് മുൻ കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടുവാണ്. നിയമസഭയിൽ മത്സരിക്കാൻ വേണ്ടി കേന്ദ്രമന്ത്രിസ്ഥാനം ഒഴിഞ്ഞയാളാണ് ബിട്ടു. അവർ ചോദ്യപേപ്പർ ചോർത്തി അത് വിറ്റു. എന്തിന്? അത്യാവശ്യമായ ജോലികൾ ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികളെ പോലും സ്ഥിരപ്പെടുത്തുകയോ അവർക്ക് നേരെ ജോലി കൊടുക്കുകയോ ചെയ്തില്ല. പഞ്ചാബ് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, ബിട്ടു ആവശ്യപ്പെട്ടു. പഞ്ചാബ് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്, 12ാം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷ, ഫാർമസി ഓഫീസർ പരീക്ഷ തുടങ്ങിയ 6 പരീക്ഷകൾക്കുള്ള ചോദ്യപേപ്പർ ചോർന്നെന്ന് ശിരോമണി അകാലിദളും ആരോപിക്കുന്നു. ഹരിയാന മുഖ്യമന്ത്രിയടക്കം ഈ ആരോപണങ്ങൾ പഞ്ചാബ് സർക്കാരിനു നേരെ ഉയർത്തി എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ജൻസിക്ക് ഉൾക്കാഴ്ചയും ഊർജ്ജവുമുണ്ടെന്ന് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയാണ്. എന്നാൽ സ്വന്തം മന്ത്രിസഭയെ പിന്തുണച്ചു. നീറ്റ് പരീക്ഷ പാസ്സായ 882 കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങിൽ 2 ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായെന്ന് മാൻ സ്ഥിരീകരിച്ചു. ഒരു ബ്ലൂടൂത്ത് പേന ഉപയോഗിച്ച് അവർ ചോദ്യപേപ്പറുകൾ ഡിജിറ്റലായി സ്കാൻ ചെയ്ത് പുറത്തെടുക്കുകയായിരുന്നു. അവിടെ നിന്നും അവർക്ക് വേണ്ട ഉത്തരങ്ങൾ ലഭിച്ചു. പക്ഷേ പരീക്ഷ ആരംഭിച്ച് 10 മിനിറ്റിനകം തന്നെ അവരെ പിടികൂടി. ഒരു ചോദ്യപേപ്പറിന് 3 മുതൽ 5 ലക്ഷം വരെ നൽകുമെന്ന് പറഞ്ഞവരുണ്ട്. അവരെയും പിടികൂടി ജയിലിലാക്കി എന്നാണ് ഭഗവന്ത് മാൻ പറഞ്ഞിരിക്കുന്നത്. ആകെ 21 പേരെയാണ് സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം പഞ്ചാബിലെ ചോദ്യപേപ്പർ ചോർച്ച വിവാദം ആം ആദ്മി പാർട്ടിക്കെതിരെ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് BJP. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചോദ്യപേപ്പറുകൾ ചോർന്നത് പഞ്ചാബിലെന്നാണ് BJPയുടെ ആരോപണം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച മാതൃക സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. എന്നാൽ ആരോപണങ്ങൾ ആപ്പ് തള്ളിക്കളഞ്ഞു. മത്സര പരീക്ഷകളുടെ ഒരൊറ്റ ചോദ്യപേപ്പർ പോലും ചോർന്നിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ മറുപടി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന സാഹചര്യത്തിൽ നെറുകെട്ട രാഷ്ട്രീയ കളിയാണ് BJP നടത്തുന്നതെന്നും മാൻ ആരോപിച്ചു.
രാഷ്ട്രീയവാദം ശക്തമാകുമ്പോഴും പഞ്ചാബ് വിദ്യാഭ്യാസ മന്ത്രി ഭർജോത് ബെയിൻസ് തൽസ്ഥാനത്ത് തുടരുന്നത് എന്തിനാണെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ ചോദ്യം ചെയ്തു. എന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി രാജിവെക്കാൻ പോകുന്നതെന്നും മാളവ്യ ചോദിച്ചു. മന്ത്രിമാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാണെങ്കിൽ അത് സെലക്റ്റീവായി മാത്രം ചെയ്യാൻ കഴിയില്ലെന്നും മാളവ്യ പറയുന്നുണ്ട്. പഞ്ചാബ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോൾ നിശബ്ദത പാലിക്കാൻ സാധിക്കില്ലെന്നും മാളവ്യ കൂട്ടിച്ചേർത്തു. CJP സമരത്തിനിടെ ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ മന്ത്രിപദത്തിൽ നിന്നും ഒഴിവാക്കി സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുകിനെ തൽസ്ഥാനത്ത് നിയമിക്കണമെന്നാവശ്യപ്പെട്ട ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തെ പഞ്ചാബിലെ വിദ്യാഭ്യാസ മന്ത്രിയാക്കണമെന്നും മാളവ്യ പരിഹസിച്ചു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തെ നന്നാക്കാൻ സോനം വാങ്ചുകിന് കഴിയുമെന്ന് കെജ്രിവാൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ തീരുമാനം എടുക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതു പാർട്ടിയാണ് അധികാരത്തിൽ എന്നതല്ല, ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതിന്റെ മാനദണ്ഡം അതെല്ലാവർക്കും ഒരുപോലെയാണ്. അത് തത്വങ്ങളെ അടിസ്ഥാനമാക്കി രാഷ്ട്രീയമായ നിലപാടുകൾക്ക് അതീതവുമായിരിക്കണമെന്നും മാളവ്യ ഓർമ്മിപ്പിച്ചു. അതേസമയം BJP ദേശീയ വക്താവ് ഷെഹസാദ് പൂനവാലയും ഭർജോത് ബെയിൻസിനെതിരെ രൂക്ഷമായ വിമർശനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. രാജിവെക്കാതെ നാണമില്ലാത്ത മന്ത്രിയായി തുടരുകയാണ് ബെയിൻസ് എന്നായിരുന്നു എക്സ് പോസ്റ്റിലൂടെയുള്ള പൂനവാലയുടെ പ്രതികരണം. പഞ്ചാബിലെ വിദ്യാർത്ഥികളെ ബാധിച്ച ഈ പ്രശ്നം CJP അടക്കം സംഘടനകൾ ഏറ്റെടുക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. അതേസമയം പ്രതിപക്ഷ ബഹളത്തിനിടയിൽ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ ശിക്ഷകൾ നിർദ്ദേശിക്കുന്ന 2024 പൊതുപരീക്ഷാ അന്യായ മാർഗങ്ങൾ തടയൽ നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ കേന്ദ്രം തിങ്കളാഴ്ച അവതരിപ്പിച്ചു. കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഭേദഗതി ബിൽ അവതരിപ്പിച്ചു. പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കുള്ള പരമാവധി ശിക്ഷ 10 വർഷം തടവായി ഉയർത്താനും പരമാവധി പിഴ 10 കോടി രൂപയായി ഉയർത്താനും നിർദ്ദിഷ്ട നിയമനിർമ്മാണം ശ്രമിക്കുന്നു. 10 മണിക്കൂർ സമയമാണ് ചർച്ചയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ ബഹളം കാരണം പാർലമെന്റ് ആദ്യം 12 മണിവരെയും പിന്നീട് 2 മണിവരെയും നിർത്തിവെച്ചു. ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ആശങ്കകളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കാമെന്ന് സ്പീക്കർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം കേൾക്കാൻ കൂട്ടാക്കാതെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയും അനുബന്ധ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായിട്ട് സർക്കാർ വളരെ പ്രധാനപ്പെട്ട ഒരു ബിൽ അവതരിപ്പിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. എന്നിരുന്നാലും കോൺഗ്രസും ചില പ്രതിപക്ഷ പാർട്ടികളും ചർച്ച അനുവദിക്കാൻ വിസമ്മതിക്കുകയും മുദ്രാവാക്യങ്ങൾ, ബ്ലാക്ക് കാർഡുകൾ, മറ്റു പ്രതിഷേധങ്ങൾ എന്നിവയുമായി വീണ്ടും നടപടികൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ കോൺഗ്രസിനോട് അഭ്യർത്ഥിക്കുന്നുവെന്നും കിരൺ റിജിജു പറഞ്ഞു. പരീക്ഷാ സമ്പ്രദായം പരിഷ്കരിക്കുന്നതിന് പ്രധാനമന്ത്രി ഒരു പ്രധാന തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. കർശനവും സമയബന്ധിതവുമായ വ്യവസ്ഥകൾ അവതരിപ്പിച്ച് ചോദ്യപേപ്പർ ചോർച്ച തടയുക എന്നതാണ് ഈ നാഴികക്കല്ല് ബിൽ ലക്ഷ്യമിടുന്നത്. ഈ വിഷയത്തിൽ പോലും പ്രതിപക്ഷം ചർച്ച അനുവദിക്കുന്നില്ലെങ്കിൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്നും കിരൺ റിജിജു പറഞ്ഞു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച ചുറ്റിപ്പറ്റിയുള്ള വിവാദം ഇനി പഞ്ചാബിൽ മാത്രം ഒതുങ്ങുന്നില്ല. വിദ്യാർത്ഥികളുടെ ഭാവി, സർക്കാരുകളുടെ ഉത്തരവാദിത്തം, രാഷ്ട്രീയ ധാർമ്മികത എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള ദേശീയ ചർച്ചയെ അത് മാറിക്കഴിഞ്ഞു. ഒരു ഭാഗത്ത് പ്രതിപക്ഷം രാജി ആവശ്യപ്പെടുമ്പോൾ മറുഭാഗത്ത് എല്ലാ ആരോപണങ്ങളും തള്ളി സർക്കാർ പ്രതിരോധം തീർക്കുകയാണ്. ഇതിനിടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കൂടുതൽ കർശന ശിക്ഷകൾ ഉൾപ്പെടുത്തി കേന്ദ്ര നിയമ ഭേദഗതിയും കൊണ്ടുവരുന്നു. പഞ്ചാബിൽ ശരിക്കും ചോദ്യപേപ്പർ ചോർച്ച നടന്നോ, അതോ ഇത് വെറും രാഷ്ട്രീയ ആരോപണമാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തത്തുമൈ ന്യൂസിന്റെ പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.